ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, ഈ ബുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുള്ളവർ ഓടി വന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഇൻട്രോ എന്തിനാണെന്ന് മനസ്സിലായോ? ഇന്ന് നമുക്കൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. ലാസ്റ്റ് ടൈം ഞാനൊരു വാലന്റൈൻസ് ഡേ കാർഡ് ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? അന്നാണെങ്കിൽ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് സപ്ലിമെൻറ്റ്സ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് ആലോചിച്ചപ്പോൾ നല്ല സങ്കടമായി. അതുകൊണ്ട് ഇന്നലെ ഞാൻ കുറച്ച് ഐറ്റംസ് അങ്ങ് വാങ്ങി. ഇതുപോലെ കുറച്ച് ഗ്ലിറ്റേഴ്സ്, സ്റ്റാർസ്, അങ്ങനെ പല പല ഷേപ്പിലുള്ള കുറച്ച് അലുകുലത്തെ സാധനങ്ങളാണ് വാങ്ങിയത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് സൂപ്പർ ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഇതുപോലൊരു ഹാർട്ട് ഞാൻ പേപ്പറിൽ ട്രേസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അളവിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഹാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാർട്ടിൻ്റെ താഴെയുള്ള കോർണറില്ലേ, അതിൻ്റെ നടുവിലൂടെ പകുതി വരെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് സൈഡും കൂടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഈ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണേ. ഇനി ഇത് പേസ്റ്റ് ചെയ്യാൻ ഞാൻ ഈ ഒരു ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച രണ്ട് ഹാർട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഹാർട്ടൊന്ന് പുറത്തോട്ട് ബൾജ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ഹാർട്ടിൻ്റെ ഔട്ട്ലൈനിൽ കൂടെ മാത്രം ഗമ്മ് വെച്ച് രണ്ട് ഹാർട്ടും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരറ്റം നിങ്ങളൊന്ന് ഒട്ടിക്കാതെ വിടുക. അങ്ങനെ ഈ ഓപ്പണായി കിടക്കുന്ന ഈ സ്ഥലത്തൂടെ നമുക്ക് നേരത്തെ കണ്ട ഗ്ലിറ്റേഴ്സും സ്റ്റാർസും എല്ലാം അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ലുക്കിൽ നമ്മുടെ ഐറ്റം കിട്ടും. കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ? ഇനി നമുക്ക് ചെറിയ പണിയും കൂടി ബാക്കിയുണ്ട്. അതിനുവേണ്ടി നീളത്തിലൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമുക്ക് വേണം. ഇനി ഈ ഒരു ഷീറ്റിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ ക്യൂട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ഷീറ്റിൻ്റെ ടോപ്പിലായിട്ട് നമ്മുടെ ഹാർട്ടും കൂടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യൂട്ട് ബുക്ക് മാർക്ക് ഇവിടെ റെഡി. ഇനി ബുക്ക് വായിക്കുമ്പോൾ പേജസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള പരാതിയും പറഞ്ഞിട്ട് ആരും ബുക്ക് വായിക്കാതിരിക്കേണ്ട. ഇതുപോലൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കി നമ്മൾ ലാസ്റ്റ് വായിച്ച പേജിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിരിക്കുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അപ്പോൾ എങ്ങനെ, ഇന്ന് തന്നെ ഉണ്ടാക്കുകയല്ലേ? പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.